നമസ്കാരം. ചോട്ടകൊമ്പയുടെ റിലീസായിട്ട് തൃശ്ശൂര് ജോസിന് ടിക്കറ്റ് കിട്ടുന്നില്ല എന്നാണ് എല്ലാരും പരാതി. എങ്ങനെയാണ് ഈ 4-ാം ദിവസത്തിലേക്കുള്ള? 4-ാം ദിവസം 5 ദിവസം 6-ാം തീയതി തുടങ്ങിയതാണ്. 6-ാം തീയതി നമ്മള് 4 ഷോ ഇട്ടിട്ട് 3 ഷോ ഇട്ടപ്പോ അതെല്ലാം ഫുള്ളായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ അന്ന് ഒരു ഷോ കൂടെ അഡീഷണൽ ഇട്ടു രാത്രി 11:30. അതും ഫുള്ളായിരുന്നു. നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഫാൻസ് ഷോ ഒരെണ്ണം രാവിലെ വെച്ചിരുന്നു, അത് ഫുള്ളായി. അതോടുകൂടി അവസാനിക്കുന്നത് വിചാരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞോട് കൂടിയിട്ട് ബുക്കിംഗ് കണ്ടമാനായി, കഥ മാറി. നമ്മൾ വിചാരിച്ചോടത്ത് എത്തില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഉച്ചയാകുമ്പോഴേക്കും 3 ഷോ ഫുള്ളായി. അപ്പൊ പിന്നെ ഒരു ഷോ കൂടി ഇട്ടു, അതും ഒരു അരമണിക്കൂറിനുള്ളിൽ അതും ഫുള്ളായി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ പടം കാണാനുണ്ട് കേട്ടോ. 4K നല്ല ആസ്വദിക്കാനുണ്ട്. ഒരു റീ റിലീസ് പടാണെന്നുള്ളൊരു ഇത് ആ പടം കണ്ട ആരും പറയില്ല. എന്റർടൈൻമെന്റും അത് മാത്ര. അതിന്റെ ഉള്ളില് ഒരു സീറ്റിലും ഹൗസ്ഫുള്ളായിട്ട് ടിക്കറ്റ് കൊടുത്തിട്ട് ഒരു ഇന്റർവെല്ലിൽ പാട്ട് സീനുകളിലൊക്കെ വരുമ്പോ ഒരു സീറ്റുകളിൽ ആളില്ല. ഫസ്റ്റ് ദിവസം ഒരു വികലാംഗൻ, അതായത് ഒരു കാലിന് സുഖമില്ലാത്ത ഒരാള് വടി കുത്തി പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്റർവെല്ലിന് ചെന്ന് നോക്കുമ്പോ അയാളടക്കം ഡാൻസ് അതിൻ്റെ ഉള്ളിൽ. പിള്ളേരുകള് ഒന്നും പറയണ്ട. ഒക്കെ ഒരു സീറ്റിലും ആളില്ല. സ്ക്രീനിന്റെ അവിടേക്കൊക്കെ ചാടിയിട്ട് കളിക്കുന്നത്. ഫസ്റ്റ് ദിവസമൊക്കെ സ്ക്രീനിന്റെ അവിടെ ഇരുന്ന് കളികൾ. പിന്നെ നമ്മളത് നിർത്തലാക്കി. എന്നാലും ഈ പാട്ട് സീൻ വരുമ്പോ ഒരാളും സീറ്റിൽ ഇരിക്കുന്നില്ല. ഫുള്ള് ഡാൻസ് ആണ്. ആഘോഷിക്കാണ് ശരിക്കും തിമിർത്ത് ആടന്നെയാണ്. പിള്ളേരുകള് യൂത്ത് കംപ്ലീറ്റ് ഏതാണ്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി ഇവിടേക്ക് വരുന്ന പോലെയുള്ള ഒരു വരവാണ്. ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് വരുന്ന ഒരു സ്റ്റൈലാണ്.